ഗുഡ് മോർണിംഗ്. കോഷീസ് റെസിഡ്യൂ തിയറും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസും അതുപോലെ തന്നെ റെസിഡ്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ എലോങ് ദ ഗിവൺ കർവ്. ഇൻ്റഗ്രൽ ഓവർ സി z square divided by z minus 1 the whole square into z minus 2 dz where c is mod z is equal to 2.5. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ഇവിടെ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് തന്നെയാണ് ഇതും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2 രണ്ട് ടേമാണുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിയുമ്പം ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ഓർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2. അങ്ങനെ രണ്ട് സിംഗുലാർ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഓർ ഇസഡ് ഇസ് ഈക്വൽ ടു 1, അപ്പോൾ ഇവിടെ സ്ക്വയർ അല്ലേ, സോ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇസ് എ സിമ്പിൾ പോൾ ഓർ പോൾ ഓഫ് ഓർഡർ 1. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കർവ് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2.5 ആണ്. മീൻസ് മോഡ് ഇസഡ് മൈനസ് 0 ഇസ് ഈക്വൽ ടു 2.5, സെൻറ്റർ 0, 2.5 റേഡിയസ് ഉള്ള സർക്കിളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സർക്കിള്, സെൻറ്റർ 0, റേഡിയസ് 2.5. ഇനി നമുക്ക് നോക്കാം, രണ്ട് സിംഗുലാർ പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഈ ഭാഗത്തായിട്ടും ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇവിടെയായിട്ടും വരും. സോ ദിസ് 2 പോയിൻറ്റ്സ് ആർ ലൈസ് ഇൻസൈഡ് ദിസ് റീജിയൻ. 2.5 അല്ല റേഡിയസ്, സോ 1ഉം 2ഉം റീജിയൻ്റെ ഇൻസൈഡാണ്. സോ ആ രണ്ട് പോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഔട്ട്സൈഡ് ആയിരുന്നെങ്കിൽ ഇൻസൈഡ് ഉള്ളതിൻ്റെ മാത്രം റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്ത് 2πi ഇൻറ്റു റെസിഡ്യൂ എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇത് രണ്ടും ഇൻസൈഡ് ആയതുകൊണ്ട് രണ്ടിനും സെപ്പറേറ്റ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 2. ഇപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാട്ടോ കണ്ടുപിടിക്കുന്നത്. ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ഓർ ഇസഡ് ഇസ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ്. അപ്പോൾ ഇസഡ് ടെൻസ് ടു 2. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഇവിടെയുള്ളത്? ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡ് മൈനസ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇസഡിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് റെസിഡ്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ റെസിഡ്യൂ മാത്രം ഈ റെസിഡ്യൂ അതുപോലെ തന്നെ ഇസഡ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മളോട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാൻ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇനി സെക്കൻഡ് പാർട്ട്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. നോക്കുക, ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്താ? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഫാക്ടോറിയൽ ഓർ എഫ്. നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയിൽ പഠിച്ചിട്ടില്ല, എഫ് ഡാഷ് ഓഫ് എ ബൈ 1 ഫാക്ടോറിയൽ. എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഇസഡിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഇസഡ്. ദെൻ ഇസഡിനെ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതാണ് എഫ് ഡാഷ് ഓഫ് എ. അത് തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഡി ബൈ ഡി ഇസഡ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ വേണ്ടത് ഫംഗ്ഷൻ ബാക്കി പാർട്ട് ഏതാണ്? ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 2. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ സോ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2. ഇപ്പോൾ ഇങ്ങനെ എഴുതിയത് നമ്മുടെ എഫ് ഡാഷ് തന്നെയാണ് കേട്ടോ, എഫ് ഡാഷ് ഓഫ് എ എന്ന് തന്നെയാണ്. പിന്നെ ആ ഫോമിലൊന്ന് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് അങ്ങനെ എഴുതിയത്. ഇവിടെ ഒരു 1/1 ഫാക്ടോറിയൽ ഉണ്ട്, കാരണം ഇത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവണ്ട, എഫ് ഡാഷ് ഓഫ് എ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
എഫ് ഡാഷ് ഓഫ് എ എന്ന് എഴുതാത്തത് എന്താണ്, നമ്മൾ ഇസഡ് ടെൻസ് ടു 1 എന്ന് കൊടുക്കുന്നുണ്ടല്ലോ. സോ അവിടെ നമുക്ക് എയുടെ ഫോം ഇവിടെ എഴുതേണ്ട കാര്യമില്ല, ഇസഡ് തന്നെയല്ലേ ഡിനോട്ട് ചെയ്യേണ്ടത്. ഇസഡ് ടെൻസ് ടു 1 എന്ന് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എഴുതിയത്. ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2. ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1. ആദ്യം ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടല്ലേ നമ്മൾ ഇസഡിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇസഡ് മൈനസ് 2 ഡിനോമിനേറ്റർ ഇസഡ് മൈനസ് 2 ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2z മൈനസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്താണ് ചെയ്യേണ്ടത്, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 കൊടുക്കാം ഇസഡിനല്ല. ഇവിടെ ഫസ്റ്റ് ടൈം അപ്പം 1 മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 1 ഇൻറ്റു 2 മൈനസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ ആൻസർ എന്താണ്, മൈനസ് 3 എന്ന് വരും. ഇവിടെ നോക്കുക, ഇവിടെ മൈനസ് 2 ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് 1 ഉണ്ട്. സോ മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇവിടെ പ്ലസ് 1 ആണ്. അപ്പോൾ ആൻസർ മൈനസ് 3. ഇപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ആൻസർ നമുക്ക് മൈനസ് 3 എന്ന് കിട്ടി. ദെയർഫോർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2 ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഫസ്റ്റ് റെസിഡ്യൂ നമുക്ക് കിട്ടിയത് 4, സെക്കൻഡ് മൈനസ് 3. സോ 4 minus 3, 4 plus minus 3 that is 4 minus 3 which is equal to 2πi. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായി. അപ്പോൾ 2 പോയിൻറ്റും റീജിയൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ 2 പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. ഏത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓർഡർ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. Evaluate using Cauchy's residue theorem integral over C 1 minus 2z divided by z into 1 minus z into z minus 2 dz where C is mod z is equal to 1.5. 0 സെൻറ്റർ 1.5 റേഡിയസ് ഉള്ള സർക്കിളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ 0 1.5 റേഡിയസ്. ഇനി നമുക്ക് പോൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇസഡ് ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സോ ഇസഡിൻ്റെ വാല്യൂ 0 1 ആൻഡ് 2. അപ്പോൾ ഇതെല്ലാം ഓർഡർ 1 ആണ്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു 0 1 ആൻഡ് 2 ആർ സിമ്പിൾ പോൾസ്. ഇനി ഇതിൽ ഏതൊക്കെ പോയിൻറ്റ്സ് റീജിയൻ്റെ ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണെന്ന് നോക്കാം. 1.5 ആണ് റേഡിയസ്. സോ 0 and 1 ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഈസ് ഔട്ട്സൈഡ്. സോ റെസിഡ്യൂ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0യും അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1ഉം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഫംഗ്ഷൻ എന്തുണ്ട്, എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2z ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2. 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു ഇസഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 ഇൻറ്റു 0 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിൽ മൈനസ് 2 ആണ്. സോ മൈനസ് 1/2. ഇനി അടുത്ത ടേം നോക്കാം. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള റെസിഡ്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ക്വസ്റ്റ്യനിലെ ഡിനോമിനേറ്റർ ഈ രീതിയിലാണ്, ഇസഡ് ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഓർ ഇസഡ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ലിമിറ്റ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോ ഇവിടെ ഇസഡ് മൈനസ് 1 ഒഴിവാക്കി ബാക്കിയുള്ള ടേമാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇസഡ് മൈനസ് 1 ഒഴിവാക്കുന്നു, ഓർ നമ്മുടെ പോളിൻ്റെ ഫോം എപ്പോഴും എങ്ങനെയാണ്,
ഇസഡ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി ടേമെല്ലാം മേളിലായിട്ട് എഴുതി അതിനെ എഫ് ഓഫ് ഇസഡ് എന്ന് പേര് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് നോക്കിയേ. ന്യൂമറേറ്റർ എന്താണ്? 1 മൈനസ് 2z ആണ്. ന്യൂമറേറ്റർ 1 മൈനസ് 2z ഡിവൈഡഡ് ബൈ എന്തൊക്കെയുണ്ട്? ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2. അതാണ് ഇസഡ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ടേം കഴിഞ്ഞിട്ടുള്ള ബാക്കി ടേം റിമൈനിങ് ആയിട്ട് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2z ഡിവൈഡ് ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതണമെങ്കിൽ ഇതിൻ്റെ താഴെ എന്തായിരിക്കണം? ഇസഡ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലായിരിക്കണം നമ്മുടെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈ കേസിൽ ഇസഡ് മൈനസ് 1 എന്നായിരിക്കണം. പക്ഷേ നമ്മുടെ ഇവിടെ 1 മൈനസ് ഇസഡ് എന്നാണ് കിടക്കുന്നത്. സോ ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇവിടെ ഒരു മൈനസും കൂടെ കൊടുക്കണം. അപ്പം മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ടേം അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്താണ്? 1 മൈനസ് ഇസഡ് ആണ്. ഇത് ഇസഡ് മൈനസ് 1 എന്നായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് 1 മൈനസ് 2z ഡിവൈഡ് ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 എന്ന് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഫോം എപ്പോഴും എങ്ങനെയാണ്? ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോമാണ്. ഇവിടെ അങ്ങനെയല്ല, 1 മൈനസ് ഇസഡ് ആണ്. സോ നമ്മളിവിടെ ഒരു മൈനസ് കൊടുക്കണം. അപ്പോൾ ആ കാര്യം ചില പ്രോബ്ലത്തിൽ അങ്ങനെ വരാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ പറയുമ്പം മനസ്സിലാവാത്തതുകൊണ്ടാണ് ഓരോ എക്സാമ്പിൾ പറയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് പറയണത്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഒരു മൈനസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ബാലൻസ്ഡായി പോവുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ കൊടുത്തു. 1 മൈനസ് 2z ഡിവൈഡ് ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു ഇസഡിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -1 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു -1 ദാറ്റ്സ് ഈക്വൽ ടു -1. അങ്ങനെ രണ്ട് പോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കിട്ടി. ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഔട്ട് സൈഡ് ആയതുകൊണ്ട് അതിനെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇൻ്റഗ്രൽ ഓവർ സി 1 മൈനസ് 2z ഡിവൈഡഡ് ബൈ ഇസഡ് ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സമ്മേഷൻ ആർ ദാറ്റ്സ് ഈക്വൽ ടു 2πi ഇൻറ്റു ആദ്യം കിട്ടിയത് -1/2 ആണ്. 1 മൈനസ് 1/2 -1 ദാറ്റ്സ് ഈക്വൽ ടു 2πi ഇൻറ്റു -3/2 ദാറ്റ്സ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസലായി പോകുമ്പോൾ -3πi നമുക്ക് ആൻസറായി. ഇങ്ങനെയാണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് കോഷീസ് റെസിഡ്യൂ തിയറം. ഇതുവരെ നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അതിലെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇസഡിൻ്റെ ടേമിലായിരുന്നു. ഇനി കോഷീസ് റെസിഡ്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് ഈസ് റിയൽ ഇൻ്റഗ്രൽസിനെ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓർ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽ ഇൻ്റഗ്രൽസ് മീൻസ് നമുക്ക് തീറ്റയുടെ ടേമിൽ ഡി തീറ്റ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇൻ്റഗ്രൽസിനെ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോംപ്ലക്സ് ഫോമിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് ഓർ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പം അത് പലതരത്തിലുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് 1 ആണ് കാണുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ എറൗണ്ട് എ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. റിയൽ ഇൻ്റഗ്രൽസിനെ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നത്. അതിൽ ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. ആ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് കാണുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ എറൗണ്ട് എ യൂണിറ്റ് സർക്കിൾ മീൻസ് സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ലെറ്റ് സി ബി, ഇപ്പോൾ സർക്കിളാണ് സി ബി മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 അങ്ങനൊരു അസംഷൻ കൊടുത്തിരിക്കുക. അതായത് യൂണിറ്റ് സർക്കിളിൻ്റെ കേസിലാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓർ അങ്ങനെയാണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രൽ 0 to 2π ഓർ ഇൻ്റഗ്രൽ -π to +π അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈപ്പ് 1 എന്ന് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഫങ്ഷൻ ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 0 to 2π f of cos theta sin theta d theta where f of cos theta sin theta is a function of
കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. 0 to 2π ആയിരിക്കണം ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. പിന്നെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏത് ഫോമിലായിരിക്കണം? ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ. അതെന്ന് പറഞ്ഞാൽ രണ്ടും വരണമെന്നില്ല. ഒന്നെങ്കിൽ സൈൻ തീറ്റയുടെ ടേമിൽ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ, ഓർ കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിലായിരിക്കും, ഓർ രണ്ടും കൂടി വരാം, കോസ് തീറ്റയുടെ ടേമും സൈൻ തീറ്റയുടെ ടേമും വരാം. അപ്പം ഈ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അത് നമുക്ക് കോംപ്ലക്സിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു ഫോർമാറ്റിനെ കോംപ്ലക്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2i ആണ്, നമുക്കറിയാം. ഇനി ഇവിടെ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് സിൻസ് z is equal to r e raised to I theta, for unit circle r എന്താണ്? r is equal to 1 ആണ്. therefore z is equal to എന്തെന്ന് എഴുതാം? e raised to I theta എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 2i. ദെൻ ഇസഡ് എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ, r 1 ആയതുകൊണ്ട്. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ സിമിലർലി കോസ് തീറ്റ. കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും ടേംസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇസഡിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2. അതാണ് കോസ് തീറ്റയുടെ ഡെഫിനിഷൻ. ഇനി ഇതിനെങ്ങനെ ഇസഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കിയേ. സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് 1/z ഡിവൈഡഡ് ബൈ 2i ആൻഡ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു z പ്ലസ് 1/z ഡിവൈഡഡ് ബൈ 2. ദെൻ ഇനി കോസ് 2 തീറ്റയുടെ ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? ഓർ സൈൻ 2 തീറ്റയുടെ ഫോമിലാണെങ്കിൽ ഇവിടെ സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 1/2i ഇൻറ്റു z സ്ക്വയർ മൈനസ് 1/z സ്ക്വയർ. ഇനി കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1/z സ്ക്വയർ. ഇനി സൈൻ 3 തീറ്റ ആണെങ്കിലോ 1/2i z ക്യൂബ് വരും, z ക്യൂബ് മൈനസ് 1/z ക്യൂബ്, ഓർ കോസ് 3 തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു z ക്യൂബ് പ്ലസ് 1/z ക്യൂബ്. ഇനി 4 തീറ്റ ആണെങ്കിൽ അതിനനുസരിച്ച് റേസ് ടു 4 എന്ന് വരും, എക്സെട്ര. ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഇസഡിൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റയാണ്. സോ ഡി ഇസഡ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ, ഓർ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ഇ റേസ് ടു ഐ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്താണ്? ഇസഡ് ആണ്, ഐ ഇസഡ്. സോ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ഇസഡ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കിട്ടി. അപ്പോൾ സൈൻ തീറ്റയുടെ ടേം ഉണ്ടാവും, കോസ് തീറ്റയുടെ ടേം ഉണ്ടാവും, ഡി തീറ്റ ഉറപ്പായിട്ടും ആ കൂടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടി. ഡി തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കണം? ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ രീതിയിൽ പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് integral 0 to 2π d theta divided by 2 plus cos theta. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് ഇങ്ങനെയായിരിക്കും. ഡി തീറ്റ ഉണ്ട്, ഇവിടെ കോസ് തീറ്റയുടെ ടേം മാത്രമേ ഉള്ളൂ.
അപ്പോൾ കോസ് തീറ്റ ആണെങ്കിലും സൈൻ തീറ്റ ആണെങ്കിലും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇസഡിലേക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. ദെൻ കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത കാര്യങ്ങളെല്ലാം പ്രോബ്ലത്തിൽ ഒന്നുകൂടെ എഴുതിയിട്ട് വേണം എഴുതാനായിട്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ലെറ്റ് സി ബി mod z is equal to 1, that is so z is equal to e raised to I theta r1 ആണ്. or d theta is equal to എന്താണ്? dz divided by iz. ഇനി എന്താണ് കോസ് തീറ്റ? ഇവിടെ കോസ് തീറ്റയുടെ ടൈം അല്ലേ വന്നേക്കണേ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z. ഇനി നമുക്കൊന്നുകൂടെ ഈ ഇസഡ് പ്ലസ് 1/zനെ കാണാനൊരു രസമുള്ള ഫോമിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. ഓർ ഇസഡ് സ്ക്വയർ പ്ലസ് 1/2z അങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലേക്ക് വരുമല്ലോ. ഓർ നമുക്ക് ഇൻ്റഗ്രലിന് ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡി തീറ്റയ്ക്ക് എന്ത് കൊടുക്കണം? dz ഡിവൈഡഡ് ബൈ iz ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ 2 പ്ലസ് കോസ് തീറ്റയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 ഇൻറ്റു എന്ന് പറഞ്ഞുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2z. കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ നോക്കിയേ എല്ലാം ഇസഡിൻ്റെ ടൈമിലായി. ഡി തീറ്റയൊക്കെ പോയി. അതുപോലെ തന്നെ കോസ് തീറ്റ എന്നുള്ള ടൈമൊക്കെ മാറി. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രം മതി. ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്ത് ഒരു പോളിനോമിയലിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ? അതിലെ പോൾസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പോള് കണ്ടുപിടിച്ചാൽ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് തീറ്റയുടെ ടൈമിൽ നിന്ന് എല്ലാത്തിനെയും നമ്മൾ കോംപ്ലക്സ് ഫോമിലേക്ക് ഓർ ഇസഡിൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊസീജിയർ ഫോളോ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ iz ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4z പ്ലസ് z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2z. ഇനി ഈ ഇസഡും ഈ ഇസഡും ക്യാൻസലായിപ്പോയി. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ i. ഇനി 2 മുകളിലേക്ക് പോകുമല്ലോ. ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4z പ്ലസ് z സ്ക്വയർ പ്ലസ് 1. ദാറ്റ്സ് ഈക്വൽ ടു ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തെടുക്കാം. 2/i ഇൻ്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1. ഇങ്ങനെയായി നമ്മുടെ ഫോമാറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി f ഓഫ് z dz. ദാറ്റ് ഈസ് നമ്മൾ 1 എന്ന് ഇവിടെ ഒരു ഇക്വേഷന് പേര് കൊടുത്തു. ഇപ്പം നമ്മൾ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പിലെത്തി. 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി f ഓഫ് z dz. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻ്റഗ്രൽ ഓവർ സി f ഓഫ് z dz കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഇക്വേഷൻ 1 കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ്ഡ് ബൈ യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം. CRT എന്ന് എഴുതുന്നേ ഉള്ളൂ, ഷോർട്ട് ഫോം. കോഷീസ് റെസിഡ്യൂ തിയറം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം കോഷീസ് റെസിഡ്യൂ തിയറം. കാരണം ഇവിടെ ഒരു പോളിനോമിയലിൻ്റെ ഫോമിലായി നമുക്ക് ഇസഡിന് വാല്യൂസ് കണ്ടുപിടിക്കാം, ഓർ പോൾസ് കണ്ടുപിടിക്കാം. സോ ഇങ്ങനെയായിരുന്നു 2/i ഇൻ്റഗ്രൽ ഓവർ സി f ഓഫ് z dz. അപ്പം ഇത്രയും ഭാഗം നമ്മൾ എന്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഡിനോമിനേറ്റർ വേണം. ഡിനോമിനേറ്ററിൽ എന്താണ്? z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓർ z ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ 16 മൈനസ് 4ac 4 ഡിവൈഡഡ് ബൈ
സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു -4 പ്ലസ് ഓർ മൈനസ് √12 എന്നാണ് വന്നത്. √12 നമുക്ക് എങ്ങനെ എഴുതാം? √12 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് 2 പിന്നെ 6 2 3 ദാറ്റ് ഈസ് 2√3 ഡിവൈഡഡ് ബൈ 2 ഓർ ദിസ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് √3. രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് √3 ഒരു പോളാണ്. ദെൻ -2 മൈനസ് √3 അടുത്ത പോളാണ്. ദാറ്റ് ഈസ് സിമ്പിൾ പോൾ. ഇപ്പോൾ രണ്ട് സിമ്പിൾ പോളാണ്. കാരണം എന്താണ്, നമ്മുടെ ഇസഡ് മൈനസ് ഈ ടേം ഇൻറ്റു ഇസഡ് മൈനസ് ഈ ടേം എന്ന് വരുന്നതല്ലേ നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് സിമ്പിൾ പോളാണ്, സ്ക്വയറിൻ്റെ ടേമൊന്നും വരുന്നില്ല ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. ഇനി നോക്കേണ്ടത് എന്താണ്? ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ 1നേക്കാളും താഴെയാണോ റേഡിയസ് എന്ന് നോക്കുക, ഓർ ഈ രണ്ട് പോളും സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം -2 പ്ലസ് √3 എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് സി ആണ്. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് √3 ലൈസ് ഇൻസൈഡ് സി ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു -2 മൈനസ് √3 ലൈസ് ഔട്ട്സൈഡ് സി. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതുള്ളൂ? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് √3 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് നമുക്ക് ചെയ്യാം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് √3 ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു -2 പ്ലസ് √3. ഇനി ഫംഗ്ഷൻ്റെ ബാക്കി പാർട്ട് എന്താണ്? ന്യൂമറേറ്ററിൽ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് അതേതാണ് പോള്? -2 മൈനസ് √3 അല്ലേ? -2 മൈനസ് √3. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അവിടെയാണ് നമുക്ക് ഇസഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1 ഡിവൈഡഡ് ബൈ ഇസഡിന് -2 പ്ലസ് √3. അപ്പം -2 പ്ലസ് √3. ഇനി ഇത് മൈനസും മൈനസും പ്ലസ്സായി, +2 പ്ലസ് √3 അതും പ്ലസ്സായി. അപ്പോൾ ഈ -2ഉം +2ഉം ക്യാൻസലായി. ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 √3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറായിട്ടില്ല, ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റെസിഡ്യൂ മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് അതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1ൻ്റെ ഒരു പാർട്ടാണ്, സെക്കൻഡ് പാർട്ടാണ്. അതിൻ്റെ ആൻസർ എന്ത് എഴുതണം? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2πi into 1 divided by 2 √3 that's equal to 2 into cancel ആയി πi divided by √3. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ആൻസറായി. ഇനിയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. therefore integral 0 to 2π d theta divided by 2 പ്ലസ് കോസ് തീറ്റ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു 2/i ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ i ഇൻറ്റു πi ബൈ √3. ഇപ്പോൾ കിട്ടിയ ആൻസർ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ഐയും ക്യാൻസലായി 2π ഡിവൈഡഡ് ബൈ √3. അതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ബൈ 2 പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ 2π ബൈ √3. നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് റിയൽ ഇൻ്റഗ്രലിനെ സോൾവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ടൈപ്പ് 1 മീൻസ് ഇൻ്റഗ്രൽ 0 to 2π ഓർ ഇൻ്റഗ്രൽ -π to +π. പിന്നെ ഫംഗ്ഷൻ്റെ ഫോം എങ്ങനെയാണ്? കോസ് തീറ്റയുടെയോ സൈൻ തീറ്റയുടെയോ ടേംസ് ആയിരിക്കും ഉള്ളത് ഇൻറ്റു ഡി തീറ്റ. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ടൈപ്പ് 1.
ഇനി വേറെ ടൈപ്സും ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.